കർഷക പ്രക്ഷോഭത്തിന്റെ മൂന്നാമത്തെ ദിവസം ശംഭു അതിർത്തിയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ പകൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആയിരക്കണക്കിന് കർഷകർ ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കങ്കർ നദിയുടെ പാലത്തിന് നടുവിൽ ബാരിക്കേഡുകൾ തീർത്ത് ഹരിയാന പോലീസ് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 100 മീറ്റർ പുറത്ത് കർഷകരും സജ്ജരായി നിൽക്കുന്നുണ്ട്. പുറകിലേക്ക് എന്റെ മുൻഭാഗത്തേക്ക് ആയിരക്കണക്കിന് ട്രാക്ടറുകളുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കേന്ദ്രമന്ത്രിമാരും കർഷക പ്രതിനിധികളും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കുന്നത്. ആ ചർച്ചയിൽ ഗുണപരമായ തീരുമാനം ഉണ്ടാകുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഡൽഹിയിലേക്ക് കുതിച്ചു കയറുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കുമെന്ന് രാവിലെ കർഷക നേതാക്കൾ പറയുകയുണ്ടായി. എന്തായാലും ആയിരക്കണക്കിന് കർഷകർ ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിന്റെ കാഴ്ച ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. पंजाब और हरियाणा की जवानी ने इस पतंगों से ड्रोन गिराया है. आज फिर गिराएंगे. आज हम साउथ सरियाकार आज 20 पतंग चाड़ेंगे. 20 ഈ പഞ്ചാബ് ഹരിയാന അതിർത്തി വലിയൊരു സമര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി സമരക്കാർ ഇവിടെ ഉണ്ട്. ഭക്ഷണം പാകം ചെയ്യലും കഴിക്കലും എല്ലാം ഇവിടെ തന്നെയായി. അവരുടെ ജീവിതം പൂർണ്ണമായി ഇവിടേക്ക് പറിച്ച് നടപ്പെട്ടിരിക്കുന്നു. ഒന്നാം സമരകാലത്ത് ഡൽഹിയിലെ അതിർത്തി പോലെ ഇപ്പോൾ രണ്ടാം പ്രക്ഷോഭകാലത്ത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വലിയ സമരകാഹളം മുഴങ്ങുന്നെന്ന് തന്നെ പറയാം. എനിക്ക് പുറകിലേക്ക് ആയിരക്കണക്കിന് കർഷകരെ കാണാം, ആയിരക്കണക്കിന് ട്രാക്ടറുകൾ കാണാം. പകൽ കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കർഷകരുടെ തീരുമാനം. ആ ശക്തിപ്പെടുത്തുക എന്നത് ഡൽഹിയിലേക്കുള്ള മാർച്ചാണോ എന്നതാണ് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സമരസജ്ജരായി മുന്നോട്ട് പോകാൻ തന്നെ സജ്ജരായി കർഷകർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ സമയം വരെ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചർച്ച അത് വിജയിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകും, അതല്ല എങ്കിൽ പിരിഞ്ഞു പോകില്ല, മുന്നോട്ട് നീങ്ങും എന്നാണ് കർഷകർ ഇവിടെ നിന്ന് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം കൂടി, ഏതാണ്ട് 100ഓളം കർഷകർ ഹരിയാന പോലീസിന്റെ അതിക്രമത്തിൽ പരിക്കേറ്റ് ഇവിടുത്തെ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.